വീണ്ടും ക്രിക്കറ്റ് ലോകകപ്പിന്റെ ആവേശം കായിക പ്രേമികൾക്ക് സമ്മാനിച്ച് ജൂൺ 12 മുതൽ ഇംഗ്ലണ്ടിൽ വെച്ച് T20 വനിതാ ലോകകപ്പ് ആരംഭിക്കുകയാണ്. 12 ടീമുകൾ 2 ഗ്രൂപ്പുകളായി മത്സരിക്കുന്ന ടൂർണമെന്റിന്റെ ഫൈനൽ ജൂലൈ 5 ഞായറാഴ്ച ലോർഡ്സിൽ വെച്ചാണ് നടക്കുന്നത്. 2009 മുതലാണ് ICC വനിതാ വേൾഡ് കപ്പ് ആരംഭിക്കുന്നത്. 2024 നടന്ന 9ാം എഡീഷനിലെ ചാമ്പ്യന്മാർ ന്യൂസിലൻഡാണ്. ആകെ നടന്ന 9 ലോകകപ്പിൽ 6 തവണയും കിരീടം ചൂടിയത് ഓസ്ട്രേലിയയാണ്. ഇത്തവണയും ഓസ്ട്രേലിയയ്ക്ക് തന്നെയാണ് കൂടുതൽ പേരും വിജയസാധ്യതകൾ കൽപ്പിക്കുന്നത്. ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ്, ന്യൂസിലൻഡ് ടീമുകൾ ഓരോ തവണ വീതവും കിരീടത്തിൽ മുത്തമിട്ടിട്ടുണ്ട്. ഓസ്ട്രേലിയ, ഇന്ത്യ, പാകിസ്ഥാൻ, സൗത്ത് ആഫ്രിക്ക, ബംഗ്ലാദേശ്, നെതർലൻഡ്സ് എന്നീ ടീമുകൾ ഗ്രൂപ്പ് എയിലും ഇംഗ്ലണ്ട്, അയർലൻഡ്, ന്യൂസിലൻഡ്, സ്കോട്ട്ലൻഡ്, ശ്രീലങ്ക, വെസ്റ്റ് ഇൻഡീസ് എന്നീ ടീമുകൾ ഗ്രൂപ്പ് ബിയിലുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടെയാണ് ഇത്തവണ ലോകകപ്പിനെത്തുന്നത്. 2020 ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പിൻ്റെ ഫൈനലിലെത്തിയതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം. ഫൈനലിൽ ഓസ്ട്രേലിയ 85 റൺസിന് ഇന്ത്യയെ തോൽപ്പിച്ച് കിരീടം നേടിയിരുന്നു. എന്നാൽ 4 തവണ സെമി ഫൈനലിലെത്തിയ ചരിത്രവും ഇന്ത്യക്കൊപ്പമുണ്ട്. 2025 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ചൂടിയ ഇന്ത്യൻ ടീമിലെ പ്രധാന കളിക്കാരെല്ലാം ഇത്തവണ T20 വേൾഡ് കപ്പ് ടീമിലുമുണ്ട് എന്നത് ഇന്ത്യയുടെ പ്രതീക്ഷകൾ ഇരട്ടിയാക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ കഴിഞ്ഞ 9 ലോകകപ്പിലും കളിച്ച ഏക ഇന്ത്യൻ താരമാണ്. ഒരുപക്ഷെ കിരീടത്തോടെ ഹർമൻപ്രീത് T20 ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചേക്കാം എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയാണ് ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു താരം. ജമീമ റോഡ്രിഗസും ദീപ്തി ശർമ്മയും ഷെഫാലി വർമ്മയും റിച്ച ഘോഷുമൊക്കെ തിളങ്ങിയാൽ ഏകദിന ലോകകപ്പ് കിരീടത്തിന് പിന്നാലെ T20 ലോകകപ്പും ഇന്ത്യയിലേക്കും എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ടീം ഇപ്രകാരമാണ്: